Good morning. Then the third class, again the fish. The third one is Osteichthyes. Osteichthyes. Osteichthyes or bony fishes. Osteichthyes or bony fishes. These are the fishes which we have commonly seen in our area. Then these Osteichthyes are seen both in seawater and fresh water. They are living both in seawater and freshwater, or they are marine and freshwater forms, and their body is also streamlined with a streamlined body. Then second is their endoskeleton is bony endoskeleton. In them, notochord is replaced by the vertebral column, and that vertebral column is formed of bone tissue. Bone tissue കൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് അതിന് ബോണി എൻഡോസ്കെലിറ്റൺ എന്ന് പറയാം. From this class got the name Osteichthyes. Osti means bone, ichthyes means fish. So they are commonly called bony fishes due to the presence of bony endoskeleton. Then next is mouth is terminal. എവിടെയാ മൗത്ത് കാണുക സാധാരണ ഫിഷില്? അറ്റത്താ കാണുക, അതിനാണ് ടെർമിനൽ മൗത്ത് എന്ന് പറയുന്നത്. സോ ദെയർ മൗത്ത് ഈസ് ടെർമിനൽ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓസ്റ്റിക്തിയസും കോൺട്രിക്തിയസും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും അല്ലേ? എവിടെയാണ് മൗത്ത് എന്ന് നോക്കിയാൽ മതി. Then they have 4 pairs of gills for respiration, and these gills are covered by operculum. In Osteichthyes, we cannot see their gills from outside because it is covered by a bony covering, and that bony covering is called operculum. Then next is they have air bladder. They have air bladder which help in buoyancy. What is buoyancy? വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള ആ കഴിവിനാണ് ബോയൻസി എന്ന് പറയുക. പവറിനാണ് ബോയൻസി പവർ എന്നൊക്കെ പറയുക അല്ലേ? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ബോയൻസി, പ്ലവനത്വം എന്താ പറയുക അല്ലേ? Thus they possess air bladder by which they can stay on the water. ഈ എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പറ്റും. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചില ഫിഷുകളൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കും വെള്ളത്തിൽ, മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിന്റെ പെക്ടറൽ ഫിൻസ് ഇങ്ങനെ മൂവ് ചെയ്യുള്ളൂ. സാധാരണ അവരുടെ ഡോർസൽ സൈഡാണ് കനം കൂടിയത്, അതുകൊണ്ട് മറിയും. അതില്ലാതിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പെക്ടറൽ ഫിന്നോണ്ട് ഇങ്ങനെ അനക്കിയിട്ട് അവർ നിൽക്കും. അതിന് കാരണം എന്താ? അങ്ങനെ അവർ വെള്ളത്തിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ എയർ ബ്ലാഡറിൽ എയർ നിറക്കും. ഇനി നമ്മളതിനെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കണ്ടത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണെങ്കിലോ കുറച്ച് എയർ ബബിൾ റിലീസ് ചെയ്യും. ആ എയർ ബ്ലാഡറിലെ എയർ റിലീസ് ചെയ്തിട്ട് ആണ് താഴത്തേക്ക് പോകുക. അപ്പോൾ ഈസി ആയിട്ട് താഴത്തേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ അവയുടെ വെള്ളത്തിലെ നിലനിൽപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എയർ ബ്ലാഡർ.
Air bladder is present in Osteichthyes and it is absent in Chondrichthyes. Then next is they have cycloid or ctenoid scales. Their scales are large in size and it is oval shaped, and that oval shaped scales are called cycloid scales. You are observed them in sardine, മത്തിയിലൊക്കെ അല്ലേ, അതിൻ്റെ മുകളിൽ നിറച്ച് ഓവൽ ഷേപ്പിലുള്ള സ്കെയിൽസ് കാണാൻ പറ്റും. ആ സ്കെയിൽസിന്റെ പ്രത്യേകത ചെറിയൊരു പാർട്ട് മാത്രമാണ് സ്കിന്നിൽ ഉറപ്പിച്ചത്, ബാക്കി മേജർ പാർട്ടും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക. അങ്ങനെയുള്ള സ്കെയിൽസിനാണ് സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറയുക. അതേപോലെ റയറായിട്ട് കാണുന്ന വേറെ സ്കെയിൽസ് ആണ് ടീനോയിഡ് സ്കെയിൽസ്. അപ്പോൾ സ്കെയിൽസ് നോക്കിക്കൊണ്ട് നമുക്ക് കോൺട്രിക്റ്റിയസ് ആണോ ഓസ്റ്റിക്റ്റിയസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. Then like the Chondrichthyes, their heart is two-chambered heart and they are poikilothermous. ഇവരും poikilothermous ആണ് or cold blooded. എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. യെസ്, then the last character is about their reproduction. Sexes are separate. Fertilization is external fertilization. Chondrichthyes ഏതായിരുന്നു? Internal ആയിരുന്നു അല്ലേ? So here external fertilization and they are oviparous. Most of Chondrichthyes are viviparous, but Osteichthyes are oviparous, laying the eggs as a group known as spawning, and development is direct without larval stage. So these are the characteristics of Osteichthyes. എന്തൊക്കെയാ? ഒന്ന്, ശുദ്ധജലത്തിലും അതുപോലെ ഉപ്പുവെള്ളത്തിലും താമസിക്കുന്നവരുണ്ട് അതിൽ. രണ്ടാമത്തത് അവരുടെ എൻഡോസ്കെലിട്ടൺ ബോണ് കൊണ്ടുണ്ടാക്കിയത്, അതിൽ നിന്നാണ് അവർക്ക് ഓസ്റ്റിക്റ്റിയസ് എന്നുള്ള പേര് കിട്ടിയത്. മൂന്നാമത്തത് അവരുടെ മൗത്ത് ഒരറ്റത്തായിരിക്കും ഉണ്ടാവുക. 4, അവരുടെ സ്കെയിൽസ് മെയിനായിട്ട് സൈക്ലോയിഡ് സ്കെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് സ്വിംബ്ലാഡർ ഉണ്ടാവും. ഇവ ഇത്രയുമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഒരു മത്തിയുടെ ചിത്രവും അതുപോലെ ഒരു ഷാർക്കിൻ്റെ ചിത്രവും തന്നിട്ട് നിങ്ങളോട് ഈ രണ്ടെണ്ണത്തിൻ്റെയും ക്ലാസ് എഴുതി ഒരു 4 ഡിഫറൻസ് എഴുതാന്ന് പറഞ്ഞാൽ എഴുതാലോ അല്ലേ? അങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക്റ്റിയസ് ആൻഡ് ഓസ്റ്റിക്റ്റിയസ്. അതിന് ചിലപ്പോൾ ചിത്രം തന്നിട്ടായിരിക്കും ഡിഫറൻസ് ചോദിക്കുക. ആ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇനി രണ്ടും കോൺട്രിക്റ്റിയസും ഓസ്റ്റിക്റ്റിയസും വിത്ത് 2 ചേമ്പേർഡ് ഹാർട്ടാണ്, പോയിക്കിലോതേമസ് ആണ്. റീപ്രൊഡക്ഷനിലും വ്യത്യാസമുണ്ട്. ഫെർട്ടിലൈസേഷൻ ഇവിടെ എക്സ്റ്റേണൽ ആണ്, കോൺട്രിക്റ്റിയസിൽ അത് ഇന്റേണലാണ്. അതുപോലെ ഇവര് ഓവി പാരസ് ആണ്, എന്നാൽ കോൺട്രിക്റ്റിയസിൽ അധികവും വിവി പാരസ് ആണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് exocetus. Exocetus or flying fish. Exocetus or flying fish is a marine fish
Why it is called flying fish? Because they can glide through the air about 1 kilometer. നല്ല സ്പീഡിൽ വന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി ഏറെക്കുറെ 1 കിലോമീറ്ററോളം എയറിലൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്തു പോകാൻ പറ്റും. ഫോർ ദാറ്റ് ദേ പൊസസ് വെരി ബ്രോഡ് പെക്ടറൽ ഫിൻസ്. അതിന് അവരുടെ മുന്നിലെ ഫിന്ന് വളരെ ബ്രോഡായിട്ടുണ്ടായിരിക്കും. അവർക്കാണ് ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയുക. നമ്മുടെ മാർക്കറ്റിൽ കാണാറുണ്ട്, ചില സീസണിൽ മാർക്കറ്റിൽ വരും. മത്തിയേക്കാളും കുറച്ച് വലുപ്പമുള്ള, ഇതിനേക്കാളും വെളുത്ത കളറിൽ കാണുന്ന വലിയ പെക്ടറൽ ഫിൻസ് ഉള്ള ഫിഷാണ് എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഈസ് ഹിപ്പോകാമ്പസ്. എന്താ ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ? സീ ഹോസ്. ഹിപ്പോകാമ്പസ് ഓർ സീ ഹോസ് എവിടെയാ താമസിക്കുക? സീ ഹോസ്, മറൈൻ അല്ലേ? So these two examples, Exocetus and Hippocampus, are examples for marine fish. Remember it. അങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക്. Name 2 marine fishes. എന്തെഴുതും? Exocetus and Hippocampus. ഈ കടൽ കുതിരയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്താ പ്രത്യേകത? 2 പ്രത്യേകതകളുണ്ട്. 1, they cannot move horizontally. വെള്ളത്തിലൂടെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാൻ പറ്റൂല. ദേ ആർ മൂവിങ് വെർട്ടിക്കലി. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ്, അതായിരിക്കും നിങ്ങൾ പഠിച്ചത്. മെയിൽ പസസ് ബ്രൂഡ് പൗച്ച്. മെയിലിലാണ് ബ്രൂഡ് പൗച്ച് എന്ന് പറയുന്ന ഒരു അറയുള്ളത്. അതിനകത്താണ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. ആ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരിക മെയിലിൽ. അതുകൊണ്ട് മെയിലാണ് പ്രസവിക്കുക എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ദീസ് ആർ ദി 2 എക്സാമ്പിൾസ്, എക്സോസീറ്റസ് ആൻഡ് ഹിപ്പോകാമ്പസ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് കട്ടില. കേട്ടില്ലേ? കട്ടില നമ്മുടെ കോറികളിലൊക്കെ വളർത്തുന്ന ഒന്നാണ് കട്ടില. അനദർ എക്സാമ്പിൾ ഈസ് ക്ലാരിയാസ്. നേരത്തെ ഞാൻ പറഞ്ഞു ക്ലാരിയാസ് ഓർ മഗൂർ, മുഴു എന്ന് പറയണത് അല്ലേ? നിങ്ങളൊക്കെ എന്താ പറയല്? മുജ്ജ് എന്ന് പറയും അല്ലേ? അതാണ് ക്ലാരിയാസ്. കട്ടില, ക്ലാരിയാസ്. അനദർ വൺ ഈസ് റോഹു. ഓർ ലേബിയോ. ലേബിയോ ഓർ റോഹു. These 3, കട്ടില, ക്ലാരിയാസ്, റോഹു ഓർ ലേബിയോ, ആർ ഫ്രഷ് വാട്ടർ. ഇവരൊക്കെ ഫ്രഷ് വാട്ടറിൽ താമസിക്കുന്നവരാണ്. ഇവർ രണ്ടും സീ വാട്ടറിൽ, മറൈന. Then there is a third group living in aquarium. They are betta or fighting fish. കണ്ടില്ലേ? A small one with black in color. ബീറ്റ ഓർ ഫൈറ്റിംഗ് ഫിഷ്. അക്വാറിയത്തിൽ സാധാരണ വളർത്തുന്നതാ. എന്തുകൊണ്ടാണ് ഫൈറ്റിംഗ് ഫിഷ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയും അല്ലേ? ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് ടീറോഫൈലം. PTRO. ടീറോഫൈലം ഓർ ഏഞ്ചൽ ഫിഷ്. സാധാരണ അക്വാറിയത്തിൽ കാണുന്ന ഒന്നാണ് ഏഞ്ചൽ ഫിഷ്. വിത്ത് ഡിഫറെന്റ് കളേഴ്സ്, വിത്ത് ലോങ് ഫിൻസ്, വളരെ വലിയ ഫിൻസ്. അതുകൊണ്ടാണ് അവയെ ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്നത്. സോ ദീസ് 2 ആർ ദി എക്സാമ്പിൾസ് ഫോർ അക്വാറിയം ഫിഷ്. ഇപ്പൊ പരീക്ഷയ്ക്ക് എക്സാമ്പിൾ ഇങ്ങനെ തന്നെ ചോദിക്കും: മറൈൻ ഫിഷ്, ഫ്രഷ് വാട്ടർ ഫിഷ്, അക്വാറിയം ഫിഷ്. അപ്പോൾ അങ്ങനെ തന്നെ ഈ എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക. ഓരോന്നിനും 2 എക്സാമ്പിൾ വീതം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ക്ലാസ് ഓസ്റ്റിക്തിയസ്. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 ക്ലാസ്സുകളും സൈക്ലോസ്റ്റൊമാറ്റ, കോൺട്രിക്തിയസ് ആൻഡ് ഓസ്റ്റിക്തിയസ് എന്ന് പറയുന്ന 3 ക്ലാസ്സുകളും ഫിഷുകളാണ്. ഈ ഫിഷുകൾക്ക്
വെള്ളത്തിൽ ജീവിക്കാൻ കുറെ അനുകൂലനങ്ങളുണ്ട് അല്ലേ? ദേ ആർ കോൾഡ് അഡാപ്റ്റേഷൻ, അക്വാട്ടിക് അഡാപ്റ്റേഷൻ. അങ്ങനെ നിങ്ങളോട് 4 അക്വാട്ടിക് അഡാപ്റ്റേഷൻസ് എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ എഴുതുക? ഇതൊക്കെ നിങ്ങൾ താഴെ ക്ലാസ്സിൽ പഠിച്ചതാ. ഫിഷിന് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റണത്? ഒന്ന് റെസ്പിറേഷൻ ത്രൂ ഗിൽസ്. 2 they have fins for swimming അല്ലേ? 3 they have scales. 4 their body is streamlined. 5 they have air bladder etc. ഇങ്ങനെ നമുക്ക് 3-4 എഴുതാൻ പറ്റും. So this is about the 3 classes, the Cyclostomata, Chondrichthyes and Osteichthyes. Okay, thank you.